മഹാന്മാരായ സാദാത്യങ്ങളും ഉസ്താദുമാരും തന്ന ഒരു ഇജാസിയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. സൂറത്തുൽ മുൽക്കിലെ ഈ 4 ആയത്ത് അഥവാ തബാറക്ക മുതൽ തുടങ്ങിയിട്ട് വഹുവ ഹസീർ എന്ന് വരുന്ന ആ 4 ആയത്ത് 3 തവണ ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് മുഖം കഴുകി കഴിഞ്ഞാല് കണ്ണേറുകളുണ്ടെങ്കിൽ ബാത്തിലായി തരിപ്പണമായി പോകുന്ന മഹാന്മാരായ സാദാത്യങ്ങളും ഉസ്താദുമാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ഉസ്താദ് ഒന്നുകൂടി പറയാണ്. സൂറത്തുൽ മുൽക്കിലെ പറഞ്ഞു തന്നിട്ടില്ലേ? ചെയ്തില്ല, ചെയ്യണം. സൂറത്തുൽ മുൽക്കിലെ 4 ആയത്ത് 1 മുതൽ 4 വരെയുള്ള അഥവാ തബാറക്ക, നല്ലോണം ശ്രദ്ധിക്കണേ, നോട്ട് പോയിന്റ്, തബാറക്കല്ലദി എന്ന് തുടങ്ങുന്ന അവിടുന്ന് തുടങ്ങിയിട്ട് 4 ആയത്ത് അഥവാ 4ാമത്തെ ആയത്ത് അവസാനിക്കുന്നതാണ് വഹുവ ഹസീർ. അപ്പൊ അതുവരെയുള്ള ആയത്തുകൾ 3 തവണ ഓതാം. 3 തവണ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദുമാര് പറഞ്ഞു തന്നതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ 4ാമത്തെ ആയത്തിൽ കണ്ടില്ലേ കറത്തൈനി എന്ന് കണ്ടല്ലോ, കറത്തൈനി എന്നുള്ളത് 3 തവണ ആവർത്തിക്കണം. ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ തന്നെ കറത്തൈനി 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 3 തവണ ആവർത്തിച്ച് ഈ 4 ആയത്ത് ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ട് മക്കളെ മുഖം കഴുകി കൊടുത്താലേ, നമ്മൾ പറയല്ലേ ഉസ്താദ് എൻ്റെ കുട്ടി 1ാം ക്ലാസ്സെന്നും 2ാം ക്ലാസ്സെന്നും 3ാം ക്ലാസ്സെന്നൊക്കെ മിടുക്കനായിരുന്നു, നല്ല കുട്ടിയായിരുന്നു, ഇപ്പൊ ഓൻ എന്താ അറിയില്ല. നമ്മൾ പറയാം അയലോക്കത്തെ താത്ത ഓന്റെ മാർക്ക് കണ്ടില്ലേ, അതോടുകൂടി ഓന്റെ മാർക്ക് പോയി, അല്ലെങ്കിൽ ഓനെ എന്തോ കണ്ണീറെട്ടിങ്ങനെ കണ്ണീർ എന്തെങ്കിലും തട്ടിയെന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. ഇത് അത്രയും ഹൈ പവറുള്ള ആയത്തുകളാണ്, അത്രയും പവറുള്ള ആയത്തുകളാണ്. ഉസ്താദുമാർ നമ്മളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് വലിയ അനുഭവങ്ങൾ ഇതിൽ നിന്ന് നേരിട്ടുണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. സഖാഫി എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ നമ്മുടെ സാദാത്യങ്ങള് ഇൻഷാ അല്ലാഹ് ഒരു പ്രോഗ്രാമിന് പോയി സ്റ്റേജ് വന്ന് തന്നതാണ്. ഇത് പറഞ്ഞു കൊടുത്തോണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും വേണമെന്ന് ഉസ്താദുമാര് പറഞ്ഞതാണ്. അതുകൊണ്ട് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതാണ്. മക്കൾക്കൊക്കെ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു മടുപ്പ്, ഇപ്പോ ജോലിക്കൊന്നും പോകാൻ പറ്റണില്ല, ഓഫീസിക്കൊന്നും പോകാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റണില്ല, ബിസിനസ്സിന് പോകാൻ പറ്റണില്ല, വാഹനം ഡ്രൈവ് ചെയ്യാം, ഓട്ടോറിക്ഷ എടുക്കാൻ തന്നെ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കണ്ണേറ് തട്ടിയൊന്ന് സംശയിച്ച ഉടനെ തബാറക്ക സൂറത്തിലെ ആ 4 ആയത്ത് ഓതുക. 4 ആയത്ത് ഓതുമ്പോൾ കറത്തൈനി നിർത്തുമ്പോൾ 3 വട്ടം ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് മുഖം കഴുകുക. മുഖം കഴുകിയിട്ട് മുഖം തോത്തരുത്, ആ വെള്ളം കുടിക്കുക, ആ വെള്ളത്തിൽ തന്നെ കുളിക്കുക. കണ്ണീർ മുഴുവനും നശിച്ചു പോകുമെന്നാണ്, മുഴുവനും നശിച്ചു പോകും. അൽ ഐനു ഹഖ്ഖുൻ നബി മുഹമ്മദ് മുസ്തഫ. കണ്ണീർ സത്യമാണ്. കണ്ണീർ കൊണ്ട് ഇരിക്കേണ്ടിടത്ത് ഇരുത്തും ചിലപ്പോൾ കണ്ണീർ. വലിയ പേടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾക്കൊക്കെ നമ്മൾ ഇടയ്ക്ക് അങ്ങനെ ചെയ്തു കൊടുക്കണം, നല്ലതാണ്. സൂറത്തുൽ മുൽക്കിലെ ഇനി ഒരട്ടുകൂടി പറയണേ. സൂറത്തുൽ മുൽക്കിലെ 4 ആയത്ത് ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് മക്കളെ മുഖക്കൊന്ന് ഇടയ്ക്ക് കഴുകി കൊടുക്കുക. നിങ്ങൾ മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ ഊതിക്കോളി, അത് കുടിച്ചോളി, അതേറ്റ് മുഖം കഴുകിക്കോളി. കണ്ണീറൊക്കെ ബാത്തിലാവും. അള്ളാഹു റാത്തിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് തബാറക് ഒന്നുകൂടി തലക്കുന്നു തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذيرا فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير.
إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم واجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يكسب بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم من أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله العلي العظيم يلا എല്ലാവരും രണ്ട് കയ്യിലോതി ബിസ്മില്ലാഹ് തല മുതൽ കാല് വരെ തടവി ശരീരമൊക്കെ തടവി എല്ലാം തടവി കൊടുക്കുക മക്കളെയൊക്കെ തടവി കൊടുക്കുക മജ്ലിസുലുള്ള വെള്ളത്തിൽ മന്ത്രിക്കുക അല്ലാഹുവേ സൂറത്തുൽ മുൽക്കിന്റെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണേ അല്ലാഹ് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റഹ്മാനെ ഞങ്ങളെ അകവും പുറവും സൂറത്തുൽ മുൽക്ക് കൊണ്ട് നന്നാക്കി തരണേ റഹ്മാനെ അറബിന്നിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതി ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആര് മരിച്ചാലും റബ്ബേ ഞങ്ങളെ ഖബറിലേക്ക് സൂറത്തുൽ മുൽക്കിന്റെ സവാബ് എത്തിച്ചു തരണേ അല്ലാഹ് ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ച് അറബിന്നിലാവിന്റെ കുടുംബത്തിൽ നിന്ന് ഇന്ന് വരെ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിച്ച ഏതെങ്കിലും ഉമ്മയും ഖബറിലുണ്ടോ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിച്ച ഏതെങ്കിലും ബാപ്പയും ഖബറിലുണ്ടോ ഞങ്ങളെ മജ്ലിസ് കേട്ടിരുന്ന ഷാഹുലെന്ന കൂട്ടുകാരനടക്കം ഏതെങ്കിലും ചെറുപ്പക്കാരനെന്ന ഖബറിലുണ്ടോ അല്ലാഹ് ഏതെല്ലാം ചെറുപ്പക്കാരുകൾ എന്ന ഖബറിലുണ്ടോ ഞങ്ങളെ മജ്ലിസ് കേട്ടിരുന്ന സദാത്തികളെ മുസ്താദുമാരും പൂമ്പാറ്റ കുഞ്ഞുമക്കളും പ്രവാസികളും നാട്ടുകാരും ആരെല്ലാം മരിച്ചുപോയോ ഈ അറബിന്നിലാവിന്റെ കുടുംബങ്ങളോതിയ സൂറത്തുൽ മുൽക്കിന്റെ വലിയ പ്രതിഫലം അതുപോലെ തന്നെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് പേടിയാണ് റഹ്മാനെ നാളെ ഞങ്ങൾ എവിടെയാണെന്നറിയൂല
നാളത്തെ 667ാമത്തെ മജ്ലിസ് നടക്കുമ്പോ ഞങ്ങളെല്ലാം ആരെല്ലാം അതിലുണ്ടാകുമെന്ന് അറിയൂല. ഞങ്ങളെ കൂടെ ഇന്നലകളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിന്റെ അകത്താണ്. അല്ലാ, ആരെല്ലാം അറിവിന്നിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുണ്ടോ? എന്റെ പുന്നാര ഉമ്മയടക്കം ശിഹാബ് ഖാന്റെ പാപ്പയടക്കം അല്ലാ അമീൻ സഖാഫി ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുന്നാര പാപ്പയടക്കം അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്നും ഞങ്ങളെ ഉസ്താദുമാരിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയോ അവരുടെ എല്ലാവരുടെ കബറിടത്തിലേക്കും ഈ റിഫായി ശൈഖിന്റെ ആണ്ടിന്റെ ദിവസമായ ഇന്ന് ഞങ്ങൾ ഓതിയ സൂറത്തുൽ മുൽക്കിന്റെ വലിയ പ്രകാശം, ആ വലിയ പ്രതിഫലമായിട്ട് തന്നെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. പാവമായിരുന്നു ഞങ്ങളെ ഉമ്മ, പാവമായിരുന്നു ഞങ്ങളെ ബാപ്പ. റബ്ബേ, നീ ഞങ്ങൾക്ക് നിഅമത്തുകൾ തന്നപ്പോഴേക്ക്, നീ ഞങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവ് തന്നപ്പോഴേക്ക്, നീ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു അവസരം തന്നപ്പോഴേക്ക് ഞങ്ങളെ ഉമ്മാനെ നീ കൊണ്ടുപോയി, ഞങ്ങളെ ബാപ്പാനെ നീ കൊണ്ടുപോയി. അല്ലാ, ഈ ദുനിയാവിൽ നിന്ന് സുഖം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ദുനിയാവിൽ നിന്ന് ഞങ്ങൾ ആസ്വദിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ ഉമ്മാക്ക് ബാപ്പാക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നേ നീ ഞങ്ങളിൽ നിന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ സവാബ് അവരെ കബറിടത്തിലേക്ക് എത്തിച്ചിട്ട ഖബറുകൾ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാ.